വെൽക്കം ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് ആക്ടുകളാണ്. അറ്റ് പ്രസന്റ് പ്രധാനമായിട്ടും 5 ആക്ടുകളാണ് നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെ ഗവേൺ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സെബി ആക്ട് 1992, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. ഈ ആക്ട് പ്രകാരമാണ് സെബി എന്നുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എസ്റ്റാബ്ലിഷ് ആയതും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഫെയർ ട്രാൻസാക്ഷൻ പോസിബിൾ ആകും ചെയ്തത്. അപ്പോൾ ഈ സെബി ആക്ട് 1992 എന്ത് ചെയ്തു? സെബി എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സെബി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫുൾ ഓട്ടോണമി ഉള്ള ഒരു അതോറിറ്റിയാണ്. അത് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഫെയർ ട്രേഡ് പോസിബിൾ ആക്കാൻ വേണ്ടി ഒരുപാട് റൂൾസ്, റെഗുലേഷൻസ്, ലിസ്റ്റിംഗ് എഗ്രിമെന്റുകളുടെ പ്രൊവിഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് റൂൾസ് വെച്ചിട്ട് ഇന്റർമീഡിയറീസിന്റെ രജിസ്ട്രേഷൻ കമ്പലാക്കിക്കൊണ്ട് സെക്യൂരിറ്റി മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തു ത്രൂ ദ ആക്ട് സെബി ആക്ട് 1992. പിന്നെ വേറൊരു ആക്ട് വന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956 ആണ്. ഇതെന്താന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിനെ ഓതറൈസ് ചെയ്യാണ് ഫോർ കൺട്രോളിങ് സെക്യൂരിറ്റി മാർക്കറ്റ്. അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ ഓവർ ഓൾ ദ വിർച്വലി ട്രേഡഡ് അല്ലെങ്കിൽ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റി ട്രേഡിങ്ങിന് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ജൂറിസ്ഡിക്ഷൻ കൊടുക്കണം ഒരു ആക്ട് ആണിത് സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട്. ഒരു കമ്പനി എങ്ങനത്തെ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്തൊക്കെ സെക്യൂരിറ്റി അതിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അതിന്റെ സെറ്റിൽമെന്റ് പ്രൊസീജിയർ ഒക്കെ നോക്കി സൂപ്പർവൈസ് ചെയ്യാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെന്റിന് കൂടി ഉണ്ട് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് 1956 എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിലൂടെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് വെറുതെ അങ്ങനെ തുടങ്ങാനൊന്നും പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽ വേണം. 5 വർഷം കൂടുമ്പോൾ അത് നോക്കും, സൂപ്പർവൈസ് ചെയ്യും. നമ്മുടെ കോളേജുകളിലൊക്കെ നാക്ക് വരുന്നത് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും എന്ത് ചെയ്യും? സൂപ്പർവൈസ് ചെയ്യും. അവരുടെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഒഫീഷ്യൽസിന്റെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നോക്കും. അങ്ങനെ റെക്കഗ്നിഷനും കണ്ടിന്യൂഡ് സൂപ്പർവിഷനും പോസിബിൾ ആക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ സെക്യൂരിറ്റി കോൺട്രാക്റ്റുകൾ റെഗുലേറ്റ് ചെയ്യാൻ, റോളിംഗ് സെറ്റിൽമെന്റ് എൻഷുർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആക്ച്വലി ഓരോ റൂള് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ആ റൂള് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന റൂളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, ആ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിമം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് 1956 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ അതോറിറ്റി ഉണ്ട്. അറിയാം, ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഓരോ റൂളാണ് ഫോർ മേക്കിംഗ് ദ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇൻ മാർക്കറ്റ്. പക്ഷെ ആ ഓരോ റൂൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കുറച്ച് മിനിമം ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ അത് മീറ്റ് ചെയ്തുകൊണ്ടാണോ സെറ്റ് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യാനുള്ള അവകാശം. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഒരു സൂപ്പർവൈസറി ആൻഡ് റെഗുലേറ്ററി റോൾ കൊടുക്കുന്നതാണ് സെക്യൂരിറ്റി കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ആക്ട് 1956. പിന്നെ വരുന്നതാണ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1996 എന്ന് പറയുന്നത്. അതായത് വെച്ചാൽ ഡെപ്പോസിറ്ററി ആക്ട് 1996 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെപ്പോസിറ്ററീസിലേക്കാണ് ലീഡ് ചെയ്തത്. ഡെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക്കലി ഹെൽഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെപ്പോസിറ്ററി ഈ ഇലക്ട്രോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റൈസേഷൻ വന്നപ്പോഴാണ് ഈ ഡെപ്പോസിറ്ററിയുടെ റോൾ ഉണ്ടായത്. ഡെപ്പോസിറ്ററി ഈസ് ദ ഓർഗനൈസേഷൻ വിച്ച് ഹെൽഡ് ദ സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് ഓൾസോ ദയർ ബാങ്ക് അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്. അതായത് ഈ ആക്ട് എന്ന് പറയുന്നത് ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റിയിലേക്കാണ് ലീഡ് ചെയ്തത്. അതായത് ഡെപ്പോസിറ്ററി മോഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ സെക്യൂരിറ്റീസിനെ കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് സെക്യൂരിറ്റി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പണ്ട് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഡെലിവറി ആണ്. ഇപ്പോൾ ജസ്റ്റ് ഇലക്ട്രോണിക് ബുക്ക് എൻട്രിയിലൂടെ അത് പോസിബിൾ ആക്കി. പിന്നെ
മേക്കിംഗ് സെക്യൂരിറ്റീസ് ഓഫ് എവറി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫ്രീലി ട്രാൻസ്ഫറബിൾ. അങ്ങനെ ആക്കാൻ വേണ്ടി ഈ ഫോമിലാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് വിൽക്കാൻ ട്രാൻസ്ഫർഡ് ഓണർഷിപ്പ് അങ്ങനെ പോസിബിൾ ആക്കാൻ വേണ്ടി എന്താണ് ഡെപ്പോസിറ്ററി ആക്ട് 1992. പിന്നെ നിങ്ങൾക്ക് രണ്ട് അറിയുന്ന ആക്ടുകളാണ് കമ്പനീസ് ആക്ട് 1956. നമുക്കറിയാം കമ്പനീസ് ആക്ട് എന്താണ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി, ഷെയർ അലോട്ട്മെന്റ്, കമ്പനി എങ്ങനെ ഇഷ്യൂ ചെയ്യണം, എത്ര എമൗണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കണം സബ്സ്ക്രിപ്ഷൻ, എങ്ങനെയാണ് അണ്ടർ റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് എന്താണ്, എപ്പോഴാണ് കമ്പനിക്ക് റൈറ്റ് ഇഷ്യൂ നടത്താൻ പറ്റുക, എപ്പോഴാണ് ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റുക, അങ്ങനെ എല്ലാവിധ അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഡിവിഡൻഡ് പേയ്മെന്റ്, ആ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസും റെഗുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് കമ്പനീസ് ആക്ട് 1956. പിന്നെ വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. അത് കുറച്ചും കൂടി ഒരു ബിയോണ്ട് സ്കോപ്പ് സെക്യൂരിറ്റി ആണ്, പക്ഷെ അതും സെക്യൂരിറ്റി മാർക്കറ്റിനെ കൺട്രോൾ, അതായത് ക്രൈം ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ സെക്യൂരിറ്റിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യേ സെക്യൂരിറ്റിയിലൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. അത് ചെയ്താൽ അതെന്താണ് കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ അക്കോർഡിംഗ് ടു ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ എനി ആക്ട് ത്രൂ വിച്ച് ഹി അക്വയർ ഓൺസ് പോസസ് ഓർ ട്രാൻസ്ഫർ എനി പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് എന്തെങ്കിലും ഒരു സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ ക്രൈമിലൂടെ സെക്യൂരിറ്റി കരസ്ഥമാക്കുക, അതിന്റെ ഡീലിങ്സ് നടത്തുക, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കുകയോ ഫ്രോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രൈമിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ലാഭത്തിനെയാണ്, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്ന ആക്ട് ആണ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത്. 2002 അപ്പൊ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ സെമസ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും വിട്ടു പോവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.